ജനുവരി 3 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, വിശുദ്ധ ജനവ്യൂ, വിശുദ്ധ അന്തേരോസ്, വിശുദ്ധ അത്തനേഷ്യസും സോസിമോസും, വിശുദ്ധ ബർത്തലിയ, വിശുദ്ധ ബ്ലീറ്റാമുണ്ട്, വിശുദ്ധ സിറീനുസ്, വിശുദ്ധ ദാനിയേൽ. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ 1805-1871 കാലഘട്ടത്തിലാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ ജീവിച്ചിരുന്നത്. ചാവറ കുടുംബത്തിൽ കുര്യാക്കോസിന്റെയും മറിയത്തിന്റെയും മൂന്നാമത്തെ സന്താനമായി 1805 ഫെബ്രുവരി 10 കുര്യാക്കോസ് ഏലിയാസ് കൈനകരിയിൽ ജനിച്ചു. ഭാരതത്തിന്റെ അപ്പസ്തോലനായ തോമസ് ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചുവെന്ന് പറയപ്പെടുന്ന പകലോമറ്റം കുടുംബത്തിന്റെ ഒരു ശാഖയാണ് ചാവറ കുടുംബം. മാമോദിസായിൽ കുര്യാക്കോസ് എന്നായിരുന്നു പേര്. എന്നാൽ അമ്മ കുഞ്ചാക്കോച്ചൻ എന്നാണ് വിളിച്ചിരുന്നത്. മകന്റെ ശാരീരികവും ആത്മീയവുമായ വളർച്ചയിൽ അമ്മ വളരെയധികം ശ്രദ്ധാലുവായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. 1811 പണ്ഡിതനായ ഒരാശാന്റെ കീഴിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചതു മുതൽ ആ കുരുന്നു മനസ്സിൽ അറിവിന്റെ ദീപശിഖ ആളിപ്പടരാൻ തുടങ്ങി. 1817 മുതൽ ഒരു സർക്കാർ വിദ്യാലയത്തിലാണ് തന്റെ പഠനം തുടർന്നത്. 5 വർഷത്തെ നിരന്തര പരിശ്രമ ഫലമായി തമിഴും മലയാളവും സ്വായത്തമാക്കി. 1816 അതായത് അദ്ദേഹത്തിന്റെ 11ാം വയസ്സിൽ പള്ളിപ്പുറത്ത് സെമിനാരിയിൽ ചേർന്നു. മാതാപിതാക്കളുടെയും സഹോദരന്റെയും മരണം കുര്യാക്കോസിന്റെ സെമിനാരി ജീവിതത്തിന് അല്പം തടസ്സം സൃഷ്ടിച്ചുവെന്ന് വേണം പറയാൻ. എല്ലാ എതിർപ്പുകളെയും അതിജീവിക്കാൻ കുര്യാക്കോസിന്റെ മരിയഭക്തിക്ക് നിഷ്പ്രയാസം സാധിച്ചു. 1829 പൗരോഹിത്യം സ്വീകരിച്ച് പ്രാർത്ഥനയിലും ധ്യാനത്തിലും മാത്രം ഒതുങ്ങിക്കഴിയാതെ നിർധനരുടെയും നിരാലംബരുടെയും ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ പാവനമായ അഭിലാഷം പൂവണിയാൻ അധികം നാൾ വേണ്ടി വന്നില്ല. 1831 മെയ് 31 CMI സന്യാസ സഭ സ്ഥാപിതമായി. 10 സഹോദരന്മാരടങ്ങുന്ന ആദ്യത്തെ സന്യാസ സമൂഹം 1855 രൂപം കൊണ്ടു. 1844 അദ്ദേഹം രൂപതയുടെ മൽപ്പാനായി നിയമിക്കപ്പെട്ടു. വിജ്ഞാനദാഹിയായ കുര്യാക്കോസ് അച്ചൻ ഈ അവസരം പൂർണ്ണമായും ഉപയോഗിച്ചു. വിദ്യാഭ്യാസപരമായ അദ്ദേഹത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ മൽപ്പാൻ സ്ഥാനം വലിയ സഹായമായി. 1846 മാന്നാനത്ത് ക്രൈസ്തവർക്കായി ഒരു സംസ്കൃത വിദ്യാലയം അദ്ദേഹം സ്ഥാപിച്ചു. സംസ്കൃത ശ്ലോകങ്ങൾ വായിക്കുകയോ പഠിക്കുകയോ അബ്രാഹ്മണർക്ക് നിഷിദ്ധമായിരുന്ന ആ കാലത്ത് അത് തികച്ചും വിപ്ലവാത്മകമായ ഒരു കാൽവെപ്പായിരുന്നു. 1861 ചാവറയച്ചനെ പ്രത്യേക അധികാരം കൊടുത്ത് വികാരി ജനറലാക്കി. കേരള സഭയെ ശീശ്മയിൽ നിന്നും രക്ഷിക്കാൻ ആ സ്ഥാനം കളമൊരുക്കി. റോക്കോസ് പക്ഷക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് ഉപദ്രവങ്ങളുണ്ടായി. ജനറാളച്ചൻ റോക്കോസിനെ കുറിച്ച് മാർപ്പാപ്പയ്ക്ക് കത്തെഴുതി. റോമിൽ നിന്ന് അധികാരപ്പെടുത്തിയ ബെർണാർഡിൻ മെത്രാപ്പൊലീത്ത 1861 നവംബർ 3 റോക്കോസിനെ സ്ഥാനഭ്രഷ്ടനാക്കി. റോക്കോസ് ശീശ്മയിൽപ്പെട്ടവർക്ക് അച്ഛൻ മാപ്പ് വാങ്ങിക്കൊടുത്തു. കേരള സുറിയാനി സഭയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും വിശ്വാസ വ്യതിചലനത്തിൽ നിന്ന് അതിനെ രക്ഷിക്കുകയും ചെയ്ത കർമ്മധീരനായ അച്ഛൻ്റെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് 9ാം പിയൂസ് മാർപ്പാപ്പ കത്തെഴുതി. ഓരോ ആശ്രമത്തോടനുബന്ധിച്ചും ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. മാന്നാനത്തുള്ള സെന്റ് ജോസഫ്സ് പ്രസിന്റെയും മലയാള ദീപിക അഥവാ നസ്രാണി ദീപിക ദിനപത്രത്തിന്റെയും പ്രാരംഭശില്പി അദ്ദേഹമായിരുന്നു. 1829 മുതൽ 1870 വരെയുള്ള നാളാഗമം അച്ഛൻ രചിച്ചു. സഭയുടെ ഡയറിയാണത്. ഈശോയുടെ ജനനം, പ്രബോധനം, മരണം, മരണാനന്തര സംഭവങ്ങൾ എന്നിവ വിവരിക്കുന്ന 12 അധ്യായങ്ങൾ ഉള്ളതാണ് ആത്മാനുതാപം. റോക്കോസ് ശീശ്മയുടെ കാലത്ത് വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി രചിച്ചതാണ് അനസ്താസിയയുടെ രക്തസാക്ഷിത്വം എന്ന ഖണ്ഡകാവ്യം. മരണവീട്ടിൽ പാടാനുള്ള ഗീതം ലഘുകാവ്യമാണ്. നല്ലയപ്പന്റെ ചാവരുൾ മരണപത്രികയ്ക്ക് മാതൃകയാണ്. ധ്യാന സല്ലാപങ്ങൾ ധ്യാന വിഷയങ്ങളിൽ രചിച്ചതാണ്. കൂടാതെ പ്രധാനപ്പെട്ടവയിൽ വൈദികരെ ഉദ്ദേശിച്ച് 5 കുറിപ്പുകളുമുണ്ട്. 1864 കുര്യാക്കോസ് അച്ചൻ പൂനമ്മാവിലേക്ക് താമസം മാറി. വിവാഹം ഉപേക്ഷിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച 14 വയസ്സായ അന്ന തെരസായെയും പുനർവിവാഹത്തിന് താല്പര്യമില്ലാതിരുന്ന അവളുടെ അമ്മയായ എലിസബത്ത് വാഗയിലിനെയും കർമ്മലീത്ത നിഷ്പാതുക
മൂന്നാം സഭയിൽ ചേർക്കുന്നതിന് ലെയോപോർദ് OCD അച്ഛനോടൊത്ത് പ്രവർത്തിച്ചു. അവൾക്കും കൂടെ ചെന്നവർക്കും അൽമായ ടെർസറീസ് എന്ന സഭയുടെ നിയമം നൽകി. അവർക്ക് സഭാവസ്ത്രം ലഭിച്ചപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസിനി സമൂഹം കൂനമ്മാവിൽ സംജാതമായി. 75 വർഷങ്ങൾക്കുള്ളിൽ അത് 50 മഠങ്ങളായി. 40 മണി ആരാധനയുടെ ആരംഭകനായ അദ്ദേഹം ദിവ്യകാരുണ്യ ഭക്തി നാട്ടിൽ പ്രചരിപ്പിച്ചു. അൽമായർക്ക് വേണ്ടി ധ്യാനപ്രസംഗങ്ങൾ ആരംഭിക്കുകയും ജപമാലയും കുരിശിന്റെ വഴിയും സാർവജനീനമാക്കുകയും ചെയ്തു. ദൈവമാതാവിനെ അമ്മയെന്നാണ് അദ്ദേഹം സംബോധന ചെയ്തിരുന്നത്. എളിമ അദ്ദേഹത്തിന്റെ ഗുണവിശേഷങ്ങളിൽ ഒന്ന് മാത്രമാണ്. മരണക്കിടക്കയ്ക്ക് സമീപം നിന്നവരോട് പരസ്പരം സ്നേഹിക്കണമെന്നും പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്നേഹിക്കണമെന്നും തിരുക്കുടുംബത്തിന്റെ സംരക്ഷണം തേടണമെന്നും നിയമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. 1871 ജനുവരി 3 കൂനമ്മാവിൽ വെച്ച് നിര്യാതനായ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ഭൗതിക അവശിഷ്ടം മാന്നാനത്തേക്ക് മാറ്റപ്പെട്ടു. 1986 ഫെബ്രുവരി 8 പരിശുദ്ധ പിതാവ് ജോൺ പോൾ II കേരളം സന്ദർശിച്ച അവസരത്തിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ചേർത്തു. തുടർന്ന് 2015 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധനായ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ച ലോകത്തുള്ള എല്ലാ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.